നല്ല മഴ പെയ്യുമ്പം ഒരു റൈഡ് പോകാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത. സോ അങ്ങനെ ഒരു റൈഡിൻ്റെ പുറപ്പാടിലാണ് നമ്മളുള്ളത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഒരു 6 മണിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വന്നിട്ട് നല്ലോണം കിടന്നുറങ്ങി. 7 മണി 7:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം നേരെ ഇനിയിപ്പം നല്ല മഴയത്ത് നനയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. നല്ല മഴയായിരിക്കും, ഹെവി റെയിൻ വാർണിംഗ് ഉണ്ട്. റെഡ് അലേർട്ടായിരുന്നു കേരളത്തിൽ അന്ന്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കുറച്ച് ദൂരം എത്തിയപ്പം, അതായത് 19 മൈലെത്തിയപ്പോഴത്തേക്കും ഒരു ചായക്കട കണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്, വെറും ചായ. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു പ്ലേസ്. എന്നാൽ പിന്നെ ഫുഡും കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു അപ്പവും മുട്ട റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം വിശപ്പിൻ്റെ പ്രശ്നം വരില്ലല്ലോ എന്ന് ഓർത്തിട്ട് നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്. കൂർഗിലെത്തിയിട്ട് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഹോട്ടൽ കണ്ട് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്ത്, ആംബിയൻസ് അല്ല, വളരെ ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ നല്ലൊരു ക്ലീൻ ആൻഡ് നല്ലൊരു എൻവയോൺമെൻറ്റ് ഫീൽ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നിട്ട് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. ഒരു ഇരുട്ടി കഴിഞ്ഞപ്പോഴും മഴയൊന്നും കിട്ടാണ്ടായപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിഷമം വന്നു. മഴ കൊള്ളാൻ വേണ്ടി വന്നിട്ട് മഴ കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും പോകാമെന്ന് വിചാരിച്ച് ചുരമൊക്കെ കയറി. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ക്ലൈമറ്റിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചറേ അല്ല, 22 ഡിഗ്രി എന്തോ ആയിരുന്നു അവിടെ. അപ്പം അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കല്ലേ ഈ ഒരു ഭംഗി പുറത്തേക്ക് വന്നത്. ഓ മൈ ഗോഡ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ എന്തായിരിക്കും ആ ഒരു ഫീല് എന്നുള്ളത്. ഇന്നത്തെ നമ്മളെ യാത്രയിൽ യാപ്പ് കൂടെയില്ല. യാപ്പ് എൻ്റെ വീട്ടിലാണ്. അപ്പം അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നില്ല. അവൾ കുറച്ചൊരു ഹോംലി പേഴ്സണായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. വീട്ടിലിരിക്കുക, വീട്ടിൽ വെറുതെ ഇരിക്കുക, കിടക്കുക, അങ്ങനത്തെയൊക്കെയാണ് അവളുടെ ഒരു ടേസ്റ്റായിട്ട് ഇപ്പോൾ ഉള്ളത് കറൻ്റ്ലി. ആദ്യമൊക്കെ ചെറുതായപ്പം അവൾക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കുറേ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അവൾ കുറച്ച് മടിയായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിട്ടാണ് മാറുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ഈ കാണുന്നതാണ് നമ്മൾ കോളേജ്. ഇത് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ വെറുതെ നിന്നപ്പം ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ കോളേജിലേക്കുള്ള എൻട്രൻസ് ആണിത്. അപ്പോൾ കോളേജിൻ്റെ അടുത്തുള്ളൊരു കടയാണിത്. അപ്പോൾ എനിക്ക് വലിയ പരിചയമില്ല. ശ്രീശാന്തിൻ്റെ നല്ല കമ്പനി ഉണ്ടായിരുന്നു ഈ ആൻറ്റീനെ. കാരണം നമ്മൾ ഹോസ്റ്റൽ ഡേയ്സിൽ നമ്മളധികം പുറത്തേക്കൊന്നും വിടൂലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിക്കുള്ള കോളേജിൻ്റെ വ്യൂ ആണിത്. കോളേജ് ആക്ച്വലി ഒരു റിസോർട്ട് പോലെ അടിപൊളിയായിട്ടുള്ളൊരു കോളേജാണ്. നമ്മൾ ഈ പ്രാവശ്യം കോളേജിലേക്കൊന്നും പോയിട്ടില്ല, കാരണം നമ്മളിതിന് മുന്നേ വന്നപ്പം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ പരിചയമുള്ള ആരും ഇപ്പോൾ ഇല്ല, എല്ലാവരും പാസ് ഔട്ടായി പോയി. പിന്നെ സ്റ്റാഫുകളും അങ്ങനെയൊക്കെയാണ്, സൺഡേയ്സ് അവരുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വ്യൂ പോയിൻറ്റിലേക്കാണ്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയാണ് കാണാൻ. അപ്പോഴും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് കണ്ടു, ഇല്ലെങ്കിൽ നനഞ്ഞ് പൊതിർന്നേനെ. അപ്പം എനിവേയ്സ് അവിടെ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. ഹോൾ ഡേ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് എന്ത് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കുശാൽ നഗർ സൈഡൊക്കെ നമ്മൾ ഒത്തിരി തവണ പോയതാണ്. ഗോൾഡൻ ടെമ്പിൾ ആൻഡ് ദുബാരയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ കുറച്ചും കൂടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മഴ വിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ മഴയെ ചേസ് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു ക്ലൈമറ്റ് വന്നു. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് നല്ല മഴയുണ്ടായിരുന്നു, നൈസായിരുന്നു. ഇതങ്ങ് കുശാൽ നഗർ എത്തിയിട്ടില്ല. കുശാൽ നഗർ എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് ഏരിയാസാണ്.
ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസും നല്ല നല്ല നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുമാത്രമല്ല നമ്മളെ മൈൻഡ് ഒത്തിരി ഓപ്പൺ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ചെറിയൊരു ലൈഫല്ലേ ഉള്ളൂ, നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യുക, ഓരോരോ മൊമെൻറ്റും സ്പെഷ്യലാക്കുക. എപ്പോഴും എക്സ്പെൻസീവ് സാധനങ്ങൾ മാത്രമല്ല നമുക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുക. ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും അവരെ സന്തോഷിപ്പിക്കും. പ്രത്യേകിച്ച് ഹസ്ബൻഡ്സാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വൈഫ് എന്തായാലും ഹാപ്പി ആയിരിക്കും. ഇതേപോലെ ഒരു ചെറിയ റൈഡ് നിങ്ങൾക്ക് പോകാൻ പറ്റിയാൽ. ബൈക്കിൽ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ബൈക്കില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ കാറിൽ പോകാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ എടുത്തിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ വിരാജ്പേട്ടിലുള്ള ഗണപതി ടെമ്പിൾ. അപ്പോൾ ഞാൻ കോളേജിലുള്ള ടൈമിൽ എപ്പോഴും പോകുന്നൊരു ടെമ്പിളായിരുന്നു. സോ നമ്മൾ അതിലേ പാസ് ചെയ്തപ്പോൾ ഒന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലഞ്ച് ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഹെയ്ഷാക്കിലേക്ക് പോയി. ഹെയ്ഷാക്ക് എന്ന് വെച്ചാൽ ഒരു കഫേയാണ്. ഒരു കൂർഗിലെ ഒത്തൻറ്റിക് കൂർഗ് ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒത്തൻറ്റിക് കൂർഗ് കറിയും പോർക്കൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഹെയ്ഷാക്ക് എന്നാണ് പേര്. അപ്പം അവിടെ പോയി നമ്മൾ ജസ്റ്റ് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ലൊക്കേഷൻ. ഫുൾ ഹേ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു രസമുള്ളൊരു സ്ഥലമാണ്. നല്ല മഴയായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ മഴയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് പോർക്കറി, കൂർഗ് പോർക്കറിയാണിത്. ഒത്തൻറ്റിക് ടേസ്റ്റാണ്. പക്ക കൂർഗി സ്റ്റൈലിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇത് ആന്ധ്ര ചില്ലി ചിക്കനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പും ഒക്കെ പറഞ്ഞിട്ട് അക്കി റോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ മഴയുള്ള ടൈമിൽ എനിക്ക് ഫോൺ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബാഗിലൊക്കെ വെള്ളമാവുന്നത് പേടിച്ചിട്ട് ഒന്നും അനക്കാണ്ട് വെച്ചു. അതിനകത്ത് ക്യാമറയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നനയുന്നതുകൊണ്ട് ആ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ സ്റ്റോപ്പായതിന് ശേഷമാണ് ഞാൻ ഫോൺ പുറത്തേക്ക് എടുത്തത്. അടിപൊളി മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം മഴ കൊണ്ട് നല്ല രസമായിരുന്നു ബൈക്കിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും യാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും യാത്ര പോവാം. ഇനിയിപ്പം പാർട്ട്ണർ ഇല്ലാത്തവരാണെങ്കിൽ, ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ളവരാണെങ്കിലും പോവാതിരിക്കരുത്. ഒറ്റയ്ക്ക് പോയിട്ട് ശീലിക്കുക. വൺസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും ആ ഒരു മൊമെൻറ്റ്. സോ അത് ബസ് എടുത്തിട്ടാണെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ സ്ട്രോങ് യു ആർ എന്നുള്ളത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.